നമസ്കാരം, സ്വാഗതം. നമ്മളിന്ന് ഒരു പ്രത്യേക വിഷയത്തിലേക്കാണ് കടക്കുന്നത്. മൗലാന വഹീദുദ്ദീൻ ഖാന്റെ ഒരു യൂട്യൂബ് പ്രഭാഷണം. അതിന്റെ ചില ഭാഗങ്ങൾ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ശരി. വിഷയമിതാണ്, ഇസ്ലാമില് ഈ പ്രവാചകന്മാർക്കും സഹാബികൾക്കും ശേഷം നമ്മൾ ചില ബഹുമാനസൂചക പദങ്ങൾ ചേർക്കാറുണ്ടല്ലോ. ഉണ്ട്. അലേഹിസ്സലാം, റളിയല്ലാഹു അൻഹു എന്നൊക്കെ. അതെ, അലേഹിസ്സലാം പ്രവാചകന്മാർക്ക്, റളിയല്ലാഹു അൻഹു സഹാബികൾക്ക്. അപ്പം മൗലാന പലപ്പോഴും ഇതങ്ങനെ ഉപയോഗിക്കാറില്ല. അതിന്റെ പേരിൽ ചില വിമർശനങ്ങളും വരാറുണ്ട് എന്ന് പറഞ്ഞാണ് സംഭാഷണം തുടങ്ങുന്നത്. അപ്പം നമ്മളിന്ന് നോക്കുന്നത് ഈ ഒരു രീതി, ഇതിന് ശരിക്കും മതപരമായിട്ട് എന്ത് സ്ഥാനമാണുള്ളത്? അതൊരു പ്രധാന ചോദ്യമാണ്. ഇത് ഒറിജിനൽ ഇസ്ലാമിന്റെ ഭാഗമാണോ, അതോ പിന്നീട് വന്ന ഒരു തരം കൾച്ചറാണോ? ഇതിലേക്കാണ് നമ്മളിന്ന് ആഴത്തിൽ പോകുന്നത്. ഓക്കേ, ശരി. അപ്പോൾ മൗലാനയുടെ പ്രധാന വാദം എന്താണ്? അദ്ദേഹം പറയുന്നു, ഈ വിശേഷണങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരു ചട്ടം പോലെ പറയുന്നത് ഒരു കൃത്രിമ സംസ്കാരമാണ്. അതെ, അദ്ദേഹം മസ്നൂഹി കൾച്ചർ അല്ലെങ്കിൽ ബനാവട്ടി കൾച്ചർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ശരി. ഇത് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ആ ശുദ്ധമായ രൂപത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നു. ഇതിൽ എന്താണ് ശ്രദ്ധേയമായൊരു പോയിന്റ്? ഇവിടെ ശരിക്കും രസകരമായ ഒരു കാര്യം, അദ്ദേഹം ഒരു ചരിത്ര സംഭവം ഉദ്ധരിക്കുന്നുണ്ടെന്ന് പറയാൻ. ഏതാണ്? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈവല്ലം മരിച്ച സമയം ആ വാർത്ത സ്ഥിരീകരിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു നിന്നല്ലോ. അദ്ദേഹം പ്രവാചകനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ പേരിനു മുൻപോ ശേഷമോ എന്താ പറയാ, ഈ നീണ്ട വിശേഷണങ്ങളൊന്നും അങ്ങനെ ഉപയോഗിച്ചില്ല. ശരിയാണ്. ആ പ്രസംഗം വളരെ പ്രസിദ്ധമാണല്ലോ. മൻ കാന യഅ്ബുദു മുഹമ്മദൻ. അതെ, വളരെ ലളിതം എന്നാൽ ശക്തം. അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ മുഹമ്മദ് മരണപ്പെട്ടിരിക്കുന്നു. വളരെ ഡയറക്റ്റ് ആയിരുന്നു. അപ്പം മൗലാന പറയുന്നത് അതായിരുന്നു അന്നത്തെ ഒരു സ്വാഭാവിക രീതി. കാര്യങ്ങൾ നേരെ പറയുക, ഒരു കൃത്രിമത്വം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ കൃത്രിമ സംസ്കാരം എന്ന് അദ്ദേഹം പറയുന്ന ഈ രീതി പിന്നീട് എങ്ങനെയാണ് വന്നത്? എന്താണതിന് കാരണം എന്നാണ് അദ്ദേഹം കാണുന്നത്? മൗലാനയുടെ ഒരു വിശകലനം അനുസരിച്ച് ഇത് മുസ്ലിം സമൂഹത്തിൽ പിൽക്കാലത്തൊരു തരം സവാൽ, അതായത് ഒരു തളർച്ചയുടെ കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണ്. തളർച്ചയോ? അതെ. സമൂഹം ഊർജ്ജസ്വയമായിരുന്ന ആദ്യകാലത്ത്, ഈ സ്വഹാബികളുടെയൊക്കെ കാലത്ത് കാര്യങ്ങൾ വളരെ സിമ്പിളായിരുന്നു, സ്വാഭാവികമായിരുന്നു. ശരി. എന്നാൽ പിന്നീട് ഒരു തരം എന്താ പറയുക, ബാഹ്യമായ കാര്യങ്ങൾക്ക്, ഫോർമാലിറ്റികൾക്ക് കൂടുതൽ പ്രാധാന്യം വന്നു. ഈ ബനാവടി കൾച്ചർ ഒരു തരം ആന്തരികമായ ശക്തി കുറഞ്ഞതിന്റെ ലക്ഷണമാണെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം. അത് രസകരമായൊരു നിരീക്ഷണമാണ്. ഒരു സമൂഹം അതിന്റെ യഥാർത്ഥ ചൈതന്യം കുറയുമ്പോൾ ബാഹ്യമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുമോ എന്നത് ചിന്തിക്കേണ്ടതാണ്. അതെ. പക്ഷേ ഒരു മറുചോദ്യം ചോദിച്ചാൽ, ഈ പദങ്ങൾ ഇത് വെറും കൃത്രിമത്വം എന്ന് പറയാൻ പറ്റുമോ? ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ആദരവും സ്നേഹവും കൈമാറാനുള്ളൊരു ഉപാധിയായിട്ട് ഇതിനെ കണ്ടുകൂടെ? കാലം മാറുമ്പോൾ ബഹുമാനം പ്രകടിപ്പിക്കുന്ന രീതി മാറില്ലേ? നല്ല ചോദ്യം. മൗലാന ഇതിന് മറുപടി പറയുന്നത്, നമുക്ക് മാതൃക പിൽക്കാലത്ത് വന്നവരല്ല, അല്ലെങ്കിൽ ഇന്നത്തെ പൊതുരീതിയല്ല, മറിച്ച് പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബികളാണ് എന്നാണ്. ഇന്നത്തെ രീതി സ്നേഹപ്രകടനമൊക്കെ ആയിരിക്കാം, പക്ഷെ സ്വഹാബികളുടെ രീതി അതായിരുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പോയിന്റ്. ശരി. അവരുടെ സംസാരം, ജീവിതമൊക്കെ മനസ്സിലാക്കാൻ അദ്ദേഹം പറയുന്നത് സ്വഹാബികളെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥങ്ങൾ വായിക്കാനാണ്. ശരി. ആ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ അവരുടെ സംഭാഷണങ്ങളിൽ ഇങ്ങനെ നീണ്ട വിശേഷണങ്ങൾ ഒരു പതിവായി കാണില്ല. വളരെ സ്വാഭാവികമായ സംഭാഷണങ്ങളായിരുന്നു. അതുകൊണ്ട് ആധികാരികത ആ ആദ്യ തലമുറയുടെ മാതൃകയിലാണുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ഉറച്ച നിലപാട്. ഇത് നമ്മളെ വേറൊരു ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലേ? ചരിത്രപരമായൊരു വസ്തുതയും പിന്നീട് ഒരു സമൂഹത്തിൽ പതിയെ രൂപപ്പെടുന്ന ആചാരങ്ങളും, ഇതിനെ നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്? അതെ, അതൊരു പ്രധാന ചോദ്യം തന്നെയാണ്. അപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ചതിന്റെ ഒരു കാതൽ എന്താണ്? മൗലാന വഹീദുദ്ദീൻ ഖാൻ പറയുന്നത്, ഈ ബഹുമാന സൂചക പദങ്ങൾ ഇങ്ങനെ സ്ഥിരമായി ചേർക്കുന്ന രീതി അതൊരു കൃത്രിമ സംസ്കാരമാണ്. അതെ, പിൽക്കാലത്ത് രൂപപ്പെട്ടതാണ്. ഇസ്ലാമിന്റെ ആദ്യകാലത്തെ ആ ഒരു ലാളിത്യത്തിനും സ്വാഭാവികതയ്ക്കും അത് ചേർന്നതല്ല. ശരിയാണ്. യഥാർത്ഥ മാതൃക സഹാബികളാണ്. അവരുടെ ജീവിതം പഠിക്കണം. അതാണ് അദ്ദേഹം ഊന്നി പറയുന്നത്. അപ്പോൾ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. കാലക്രമേണ ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൽ മാറ്റങ്ങൾ വരാം. ചിലപ്പോൾ സ്വാഭാവികമായിട്ട്, ചിലപ്പോൾ ബോധപൂർവം കൂട്ടിച്ചേർക്കലുകളുണ്ടാവാം. ഇതിനെ നമ്മൾ എങ്ങനെ വേർതിരിച്ചറിയും? ഒരു ആശയത്തിന്റെ അല്ലെങ്കിൽ ഒരു ആചാരത്തിന്റെ ആധികാരികത എന്നത് അതതിന്റെ തുടക്കത്തിലുള്ള രൂപത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണോ?
അതോ കാലത്തിനനുസരിച്ച് അതിന് വരുന്ന മാറ്റങ്ങളെയും വികാസങ്ങളെയും കൂടി ഉൾക്കൊള്ളുന്ന ഒന്നാണോ? ഇതൊരു തുടർന്നും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. തീർച്ചയായും. അടുത്ത തവണ കാണാം. നന്ദി.